പറയണ്ടായിരുന്നു ബാബാജിയുടെ എപ്പോഴും നിങ്ങൾക്ക് ഗൈഡൻസ് ഉണ്ടല്ലേ അല്ലേ? അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ പേഴ്സൺ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര അല്ല, ബാബാജിയാണ് ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചിദംബരം എന്നൊരു അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചിദംബരം അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങളുടെ പരിചയത്തിൽ ഒരാൾ പറഞ്ഞു, ബാബാജിയുടെ ജന്മസ്ഥലം അവിടെ അടുത്താണ്, നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോവാൻ സാധിച്ചു. ഞങ്ങൾ അവിടെ പോയി ബാബാജിയുടെ അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല ലൈഫിൽ കുറേ ടേണിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ മകൻ ഇങ്ങനെയാണെങ്കിലും പക്ഷെ അവൻ വഴിയാണ് ഞങ്ങൾ കൂടുതൽ സ്പിരിച്വൽ എന്നൊരു ലെവലിലേക്ക് എത്താൻ ഞങ്ങളുടെ മകനാണ് ശരിക്ക് കാരണം. അവനിൽ കണക്റ്റഡ് ആയിട്ടാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബാജിയുടെ അവിടെ പോവാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അധികാരം അങ്ങനെ പോയി കേട്ടിട്ടില്ല. മകനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ മെഡിറ്റേഷൻ ചെയ്തു കുറച്ചു നേരം. നമുക്ക് അവിടുത്തെ ഒരു എനർജിയും ആ ഒരു സാമീപ്യമൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ബാബാജിയുടെ ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ബാബാജി ഞങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതെ. പിന്നെ ഫാമിലി ലൈഫിലായാലും കുറെ ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും പലരും ഉണ്ടെങ്കിലും നമ്മൾ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിരുന്നതിനൊക്കെ ഞങ്ങളെ അതിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ. അതായത് കറക്റ്റ് ആയിട്ടുള്ള കണക്ഷനുകൾ മാത്രമാണ് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കറക്റ്റ് കണക്ഷനുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് സുഷുമ്ന ക്രിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈവൻ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മദർ ഇൻ ലോ ആയാലും നമ്മളത് ചെയ്യുന്നതിന് ഇപ്പോൾ ഡീടോക്സിങ് ചെയ്യുമ്പോഴായാലും നമ്മൾ 5 മിനിറ്റ് എഴുന്നേൽക്കാൻ വൈകിയാലും അമ്മ നമ്മളെ വിളിക്കും, ഇത് ചെയ്യണ്ടേ, എനിക്കും നേരായില്ലേ എന്നുള്ളത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഫാമിലിയിലായാലും അമ്മയായാലും ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞൊരു എക്സ്പീരിയൻസിൽ എൻ്റെ അമ്മ പറഞ്ഞു, മോൻ വന്ന് അങ്ങനെ ചെയ്തിട്ട് എനിക്കത് ഭയങ്കര സന്തോഷമായി മോളെ, എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. എൻ്റെ അമ്മ ഉറങ്ങാണ്ട് 3 days കണ്ടിന്യൂസ് ഷീ കാൻ സ്ലീപ്, ഷീസ് ക്രൈങ്. അമ്മ എനിക്ക് ഇരുന്നിട്ട് പറയാണ്, എനിക്ക് എൻ്റെ കുട്ടികൾ കരയണ പോലെ പറയണ, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന്. അച്ഛൻ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. എൽഡർ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഹെൽപ്ലെസ് ആണ്. ചേച്ചിയുടെ മക്കൾ വലുതാണെങ്കിലും അവരും കരയാണ്, എന്താ അമ്മൂമ്മയ്ക്ക് പറ്റിയ ആലോചിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിനോട് പറയണം, തിരിച്ചു ചെന്നിട്ട് അറ്റ്ലീസ്റ്റ് അമ്മോട് പറയണം. കാരണം അമ്മയ്ക്ക് ഒരുപാട് നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അമ്മോട് പറയണം അറ്റ്ലീസ്റ്റ് 21 മിനിറ്റ്സ് ചെയ്യുക, 21 ടൈംസ് എല്ലാ കാര്യങ്ങളും അമ്മയും അതിലേക്ക്. കാരണം ഏജ് കൂടുന്തോറും നമ്മൾ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇതും ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വഴി നിങ്ങളുടെ അമ്മയ്ക്ക് ഇത്ര നല്ല സുഖമായിട്ട് 2-3 ദിവസം ഉറങ്ങാത്ത ആൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അത് ഞാൻ അദ്ദേഹത്തോട് പ്രൗഡാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് എപ്പോഴും പറയും, കാരണം ഞാൻ ഇങ്ങനെ ഹീൽ ചെയ്യുന്ന 2-3 മെഡിറ്റേഷൻ വഴി ഹീൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. പക്ഷെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തേക്ക് തേടി പോകരുത്, നമ്മളെ തേടി അവർ വരണം എന്നാണ്. അതെ, തേടി വന്നതാണ് അവരല്ലേ പോയത്. അതെ പറഞ്ഞല്ലോ. അപ്പൊ ഉറങ്ങാൻ പറ്റണില്ല മോനെ പറഞ്ഞപ്പോ അത് ആൾക്കത് തോന്നിച്ചത് അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, അവരൊക്കെ ചെയ്യുന്ന പോലെ തീരെ സാധിക്കാത്ത ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണുന്നു. കാരണം നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ ചില സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്ക് അതായത് ഒരു നോർമൽ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല, എങ്ങനെ അങ്ങനത്തെ ഒരു പാരൻസ് അത് കണ്ടിന്യൂ ചെയ്തോണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഒരാൾക്കെങ്കിലും പബ്ലിക്കിൽ നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമാണ്, എനിക്കത് ചെയ്യാൻ എനിക്കറിയാം. അപ്പം ഞാൻ എപ്പോഴും പറയും, അനുഗ്രഹം ഉണ്ടാവട്ടെ, ഗുരുമാത നമ്മളെ അതിനെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അദ്ദേഹം അത് അമ്മയ്ക്ക് ചെയ്തു. അദ്ദേഹത്തിന് അതിനൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. ഗുരുമാതയുടെ ഒരു അനുഗ്രഹം, ബാബാജിയുടെ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. വണ്ടർഫുൾ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറേ എക്സ്പീരിയൻസ് ഒക്കെ നന്നായിട്ട് വിഷനൊക്കെ കിട്ടി, അതൊരു നല്ല ഭാഗ്യം തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലെസ്ഡ് എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ ഗുരുപൗർണിമയ്ക്ക് വരുന്നതിന് മുന്നേ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കലണ്ടർ നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുപൗർണിമ വരുന്നത് ജൂലൈയിലാണ്, നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അദ്ദേഹം നമുക്ക് പോകണം, ഗുരുപൗർണിമ അലൗ ചെയ്യണമെങ്കിൽ നമുക്ക് പോവാം, ഗുരുമ അലൗ ചെയ്യണമെങ്കിൽ.
അങ്ങനെ ഞാൻ പറഞ്ഞു ജൂലൈയിലാണ് വരണേ, നമുക്ക് വെക്കേഷൻ ടൈമിലാണ് വരണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഗുരുപൗർണിമയ്ക്ക് വരാൻ നിൽക്കുന്നത്. അങ്ങനെ ഗുരുപൗർണിമയെക്കുറിച്ച് അതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഇങ്ങനെ മെഡിറ്റേഷൻ ഇരിക്കുകയാണ്. മെഡിറ്റേഷൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ശക്തമായിട്ട് ഇങ്ങനെ സുബ്രഹ്മണ്യൻ്റെ വേലിങ്ങനെ വരികയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ എനർജി നിൽക്കാൻ പറ്റണില്ല. അത് പെട്ടെന്ന് ഞാൻ അതിന് പെട്ടെന്ന് റിക്കവറായി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, ഇന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നപ്പോൾ സുബ്രഹ്മണ്യൻ്റെ വേലാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും ആൾ പറഞ്ഞു, എന്താ നോക്കാം, നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞു. എന്നായിരുന്നു ഈ ഗുരുപൗർണിമയിലേക്ക് വരണം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാസ്റ്റ് ടൈം കാശിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞത് വിട്ടുപോയിണ്ടായിരുന്നു. അങ്ങനെ വിത്തിൻ 2 ഡേയ്സിലാണ് അദ്ദേഹം പറയുന്നത്, ഇവിടുന്ന് ഗുരുമാതയുടെ ഇതിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. മാം മെസ്സേജ് ചെയ്യുന്ന മാം പറഞ്ഞു ഇത്തവണ ഗുരുപൗർണിമ നടക്കുന്നത് പഴനിയിലാണ് എന്നുള്ളത്. അപ്പം അതൊരു ഭയങ്കര, അപ്പം അത് കാണിച്ചു തന്നതുപോലെ തോന്നി. അപ്പം നമ്മൾ ഗുരുപൗർണിമയ്ക്ക് വരാൻ ആഗ്രഹിച്ചു. അപ്പം അത് നമ്മുടെ അടുത്താണ്, നമുക്ക് തൃശ്ശൂരാണ്, അപ്പോൾ അവിടെ നിന്ന് അധികം ദൂരമില്ല, നമുക്ക് വരാനുള്ള ഒരു സ്ഥലമാണ്, എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമുക്കത് എത്തിപ്പെടാൻ വേണ്ടി അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, എന്ന് ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു യോഗി വൈദ്യൻ നല്ല ഭംഗിയായിട്ടിരുന്ന്, നല്ല സൗന്ദര്യം നിറഞ്ഞ മുഖം, അത് അദ്ദേഹം ഇരുന്നിട്ട് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിരിക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, വീണ്ടും അദ്ദേഹം യാഗം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്, വീണ്ടും അദ്ദേഹം എന്തോ എടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും യാഗം ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ പറയുമ്പോൾ എനിക്കത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആരായിരിക്കും, പരശുരാമനാണോ ഞാൻ കണ്ടത്, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എന്തോ ഒരു ഇതിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറയാണ്, പരംഗുരുവിൻ്റെ വിഷൻസ് ആൾക്കാർക്ക് വളരെ കുറവാണ് കിട്ടുന്നതെന്ന്. ഞാൻ കണ്ടത് ഭോഗനാഥ് സിദ്ധരെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയണ, ശരിയാണ്, ഞാൻ കണ്ടത് അദ്ദേഹത്തെയാണ്. പിന്നെ നമ്മളെ ഫോട്ടോ കാണുന്നുണ്ടെങ്കിലും ഫോട്ടോ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോ, അത് ആ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര എനർജി. അപ്പം എനിക്കത് പിന്നത്തെ അത് എന്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ എനിക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് ഇന്നതാന്നുള്ളത്. അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ നമുക്ക് ബോൺ മാരോ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അപ്പോൾ ആൾക്ക് ബ്ലഡ് ലോസ് ആണ്, ഹീമോഗ്ലോബിൻ കുറവ്, എവിടെ ബ്ലഡ് പോകണു എന്താവൊന്നും അറിയില്ല. ആ സമയത്ത് എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ നന്നായി ഗുരുമാതോട് പ്രാർത്ഥിക്കുക, എന്തായാലും അതിനൊരു സൊല്യൂഷൻ ഗുരുമാ കാണിച്ചു തരും. അങ്ങനെ ഒരു ദിവസം ഞാൻ മെഡിറ്റേഷനിൽ, അപ്പോൾ ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് അമ്മയുടെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ അന്ന് ഞാൻ കാണുന്നത് ഗരുഡ ഭഗവാൻ കയ്യിൽ അമൃതകുംഭം കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഗരുഡ കാണുന്നത് വിഷനിൽ, അപ്പോൾ ഗരുഡ കാണുന്നത് നമ്മളൊരു പക്ഷി എന്ന രീതിയിലാണ് ഗരുഡനെ കാണുന്നത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോടൊന്നും ഇല്ല, ഞാൻ കാണുന്നതിൻ്റെ ഒപ്പം ശരീരമുണ്ട്, അപ്പോൾ എനിക്കത് മനസ്സിലാവണില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇമേജ് ഗൂഗിളിൽ നിനക്ക് സിമിലറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ അത് എടുക്കുക, എന്നിട്ട് നീ എനിക്ക് അയക്കുക, ഞാൻ മാഡത്തിനോട് അയച്ചിട്ട് ഗുരുമാതോട് നമുക്ക് ചോദിക്കാം. അങ്ങനെ ഞാൻ ആ ഇമേജ് എടുത്ത് അയച്ചു കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത്, ബയോപ്സിയുടെ റിപ്പോർട്ട് വരുന്നത്. 1 വീക്കിനുള്ളിൽ റിപ്പോർട്ട് വന്നു. അമ്മയ്ക്ക് ക്യാൻസറിൻ്റെതായ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അത് പേടിക്കാനില്ല. അപ്പോൾ ഞാൻ ആ വിഷനിൽ കാണുന്നത്, അതായത് ലൈഫ് ഉണ്ട്, പേടിക്കണ്ട എന്നൊരു ധൈര്യം. അതെ, ഏതോ ഒരു സൂപ്പർ പവർ നമുക്കത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അത് നിങ്ങൾക്ക് ഇത്ര വണ്ടർഫുള്ളായിട്ട് എക്സ്പീരിയൻസസ് മുൻകൂടി തന്നെ കിട്ടുന്നത് എല്ലാം സുഷുമ്ന ക്രിയയിലൂടെയാണ്. അതിന് എനിക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ തരുന്നത് ഗുരുമാതോട് ചോദിക്കുമ്പോഴാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് നമ്മളുടെ ഓഡിയൻസ് അറിയാം. എന്താ, നമ്മൾ സുഷുമ്ന ക്രിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാത്രമല്ല ബെനിഫിറ്റ്, നമ്മൾ വി ക്യാൻ ചാനലൈസ് ആൻഡ് പുട്ട് ഇറ്റ് ഫോർ ഈവൻ അവർ ഫാമിലി മെമ്പേഴ്സ്. ഇപ്പോൾ രാധികാജി ചെയ്തു, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയിലൊരു മാറ്റം ഉണ്ടായി. അതും എനിക്കൊരു വിഷൻ എനിക്ക് ഗുരുമാ കാണിച്ചു തന്നിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ദിവസം ഇതുപോലെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മഹാലക്ഷ്മി പൂർണ്ണകുംഭത്തിൽ നിന്ന് സ്വർണം എങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് തമാശയ്ക്ക് പറഞ്ഞു, മഹാലക്ഷ്മി നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞു, നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അത് വിത്തിൻ 1 മന്തിലാണ് അദ്ദേഹത്തിന് ഈ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും ഈ ഫിനാൻഷ്യലി മാറ്റങ്ങൾ വന്നു. ആ ഫിനാൻഷ്യലി മാറ്റം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലായാലും എൻ്റെ ഫാമിലി
എനിക്കായാലും പേഴ്സണലി ആയാലും എല്ലാവർക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സുഷുമ്ന ക്രിയയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും അതിൽ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്കിവിടെ പറയാൻ പറ്റും. കംപ്ലീറ്റ് ഡിവോഷൻ സറണ്ടറൻസ് കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഓൾവേസ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ഡിവോഷൻ കൊണ്ട് ചെയ്യുന്നത്. ഗുരുമാരുടെ ഒരു ഹഗ്ഗിലാണ് ഞാനത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുമാ കൈ പിടിച്ചിട്ട് നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസസ് ആണ്. അദ്ദേഹം എപ്പോഴും പറയും, നമ്മൾ ഏതൊരു അമ്പലത്തിൽ പോയാലും നമ്മൾ അവിടെ നിന്നുള്ള ഒരു എനർജി ആഗിരണം ചെയ്യണമെന്ന് ഗുരുമാ പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് കുളു മണാലി ഒരു അമ്പലത്തിൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളുവിൽ നമ്മൾ ബിജ്ലി മഹാദേവ് ടെമ്പിളിൽ പോകാൻ, ബിജ്ലി മഹാദേവ്. അപ്പോൾ അത് നമ്മളൊരു ബുക്ക് വഴിയാണ് വായിച്ച് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ ബുക്കിൽ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. 12 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഇടിമിന്നലേറ്റ് ആ ലിംഗം ഡിസ്ട്രോയ് ആവും. പിന്നെ അവിടുത്തെ പൂജാരി വന്ന് നെയ്യ് വെച്ചിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് അത് അഗെയിൻ സെയിം, അതിൽ ആ ഒരു പൊട്ടോ പാടോ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര എനർജിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗുരുമാതയുടെ ഒരു ഹെൽപ്പ് കൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള മകനെ കൊണ്ട് 3.5 കിലോമീറ്റേഴ്സ് ട്രക്കിംഗ് ചെയ്ത് ഞങ്ങൾ അവനെ കൊണ്ടുപോയി, അവിടെ മകനെ കൊണ്ടുപോയി. സെയിം ആസ് ശബരിമല സ്റ്റൈലാണ് അവിടുത്തെ ആ ഒരു വാക്കിംഗ് വേ. അവിടെ പോയി നമ്മൾ അവിടെ പോവാനും അവിടെ തൊഴാനും അവിടെ ഒരു നമ്മുടെ സുഷുമ്ന ക്രിയ മെഡിറ്റേഷൻ ചെയ്യാനും നമുക്ക് ആ നടക്ക് മുന്നിലിരുന്ന് ചെയ്യാൻ പറ്റി. പക്ഷെ ആ നടക്ക് മുന്നിലിരുന്ന് ഞാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ, നമുക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഓംകാരം വേഗം വേഗം ചൊല്ലി അവിടെ മെഡിറ്റേഷൻ ചെയ്ത് 2 മിനിറ്റ്സ് കണ്ണടച്ചപ്പോഴേക്കും ദുർഗാമ്മ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്, വിഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ദെൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഉള്ളിൽ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യണ്ടല്ലോ. ഞാൻ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ശിവന്റെ അമ്പലത്തിൽ എനിക്ക് എന്തുകൊണ്ട് ദുർഗയെ കാണിക്കുന്നത്, ശിവനെയല്ലേ കാണിക്കണ്ടേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. അത് ഞാൻ അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ദുർഗയാണ് കണ്ടേ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നല്ല എനർജി ഉണ്ട് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അവിടെ പൂജാരിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ അടുത്തെങ്ങാനും ഈ ഇങ്ങനെ ബിജ്ലി വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, ഇടിമിന്നലേറ്റ് അതെന്തെങ്കിലും സംഭവിച്ചോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണം, ഇല്ല ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല, നമ്മുടെ സങ്കടങ്ങളൊക്കെ മഹാദേവൻ എടുത്ത് പൂർണ്ണമാകുമ്പോഴാണ് അത് പൊട്ടുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ മഹാദേവന്റെ കൂടെ ദേവി എപ്പോഴും ഉണ്ട്, ഇവിടെ ദുർഗയാണ് ഉള്ളത് പറഞ്ഞു. ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു, കാരണം അവിടെ വേറെ പ്രതിഷ്ഠ ഒന്നുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മള് ഒരു കേരളീയത്തിന് അറിയാം ശിവന്റെ കൂടെ പാർവതി എന്നൊരു സങ്കല്പമാണ്, പക്ഷെ നമ്മൾ പാർവതി എന്നാണ് ചിന്തിക്കുന്നത്, പക്ഷെ ദുർഗ എന്നുള്ള ഒരു ഇത് ചിന്തിക്കില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് ആ വിഷൻ, മാമിനോട് പറയുമ്പോഴും എനിക്ക് ആ വിഷൻ കണ്ണിലുണ്ട്, അമ്മയെ ദേവിയെ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറയണ, ഇതിൽ കൂടെ പോയി അവിടെ ബാക്കിൽ പോയി തൊഴുക, അവിടെ ഉണ്ട് ദുർഗ ഉണ്ട് പറയാണ്. പക്ഷെ അവിടെ വിളക്കോ ഒന്നുമില്ല, അവിടെ ഉണ്ട്, എനർജി അവിടെ ഉണ്ട് പറയാണ്. പക്ഷെ അവിടെ ഐഡൽ ഉണ്ടോ എന്താ ഒന്നുമില്ല, പക്ഷെ ആ എനർജി അവിടെ ഉണ്ട് എന്ന് പൂജാരി നമ്മളോട് പറയാണ്. അപ്പൊ അത് നമ്മൾ, അതായത് നമ്മള് അത് അവിടെ മാത്രമല്ല പല അമ്പലങ്ങളിലും നമ്മൾ നിങ്ങൾക്ക് കേട്ടോ. ഇത്ര എന്താ പറയുക, തുടങ്ങി അപ്പം തന്നെ നിങ്ങൾക്ക് ഇത്രയൊക്കെ സ്ട്രോങ് എനർജീസ് കിട്ടില്ല. ഗുരുമാതയുടെ ഒരു ഗുരുമാത, ഗുരു, പരമഗുരുസ് എല്ലാവരുടെയും ബ്ലെസ്സിങ് നിങ്ങളുടെ കൂട്ട് ഉണ്ട്. അത് എനിക്ക് എപ്പോഴും, ഞാൻ എപ്പോഴും ഇപ്പോൾ പരമഗുരു ആയാലും ബാബാജി ആയാലും സായിബാബ ആയാലും എല്ലാവരോടും ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക വലിയ വ്യക്തികളെന്ന നിലയിൽ അപ്രോച്ച് ചെയ്യാൻ എനിക്ക് പേടിയാണ്. അപ്പോൾ നമ്മളൊരു അച്ഛനോട് പെരുമാറുന്ന രീതിയിൽ സംസാരിക്കുക. അപ്പോൾ ഒരു മകള് അച്ഛനോട് എന്താ ദുഃഖം പറയുക, അങ്ങനെ സംസാരിക്കുകയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ എനിക്ക് ആ ഒരു വാത്സല്യത്തിലാണ് എപ്പോഴും എനിക്കൊരു റിപ്ലൈ കിട്ടാറുള്ളത്. മെഡിറ്റേഷനിലാണെങ്കിലും എൻ്റെ മൈൻഡിൽ എന്നെ റിലാക്സ് ചെയ്യുന്നതാണെങ്കിലും ബാബാജിയോടായാലും സായിബാബയായാലും സാരല്യ മോളെ അച്ഛനെ ഒരു മകളോട് പറയുന്ന ഒരു ഫീലാണ് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ അത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ ഗുരുക്കന്മാരിലേക്ക് എത്തുന്നത് ശരിയാണ്. നിങ്ങളുടെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസസ് നിങ്ങൾ പറഞ്ഞത് ഇവിടെ രാധികാജി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അവരുടെ എല്ലാം കംപ്ലീറ്റ് സറണ്ടറൻസ് ആയിരുന്നു. അവർ ഷിർഡി സായിബാബ, പിന്നെ
ഭോഗ്നാഥ് സിദ്ധർജി, പിന്നെ മഹാവതാർ ബാബാജി ആൻഡ് ഗുരുമ കംപ്ലീറ്റ് സറണ്ടർ. അതുകൊണ്ട് അവർ കൈ പിടിച്ചിട്ട് അവരെ എല്ലാ വിഷൻസും കാണിച്ചു. അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയായിരുന്നു. ഒരു വിപിൻജിയും രാധികാജിയുടെ എത്ര എക്സ്പീരിയൻസസ് ഒക്കെ കേട്ടിട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് പ്യുവർ ഡിവോഷൻ ആൻഡ് പ്യുവർ സറണ്ടറൻസ് to do and practice Sushumna Kriya Yoga with 100% involvement, and you just leave. Guru Mata and all our ൽപരമ gurus will take you. കൈ പിടിച്ചിട്ട് നമ്മളെ എല്ലാ വഴി കാണിക്കും. എല്ലാം കയ്യിൽ നമുക്ക് എന്തെങ്കിലും കഷ്ടം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും നമ്മളുടെ അടുത്ത് നിന്ന്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എക്സ്പീരിയൻസ്? വേറൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇനീഷ്യേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഇവിടുത്തെ മാം, ഇപ്പം ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ളൊരു മാം വഴിയാണല്ലോ, അപ്പോൾ ആ മാം വഴി എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ മെഡിറ്റേഷനിലിരിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് എനിക്കിത് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വിഷനിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ വിഷനിൽ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വരെത്തി. പിന്നെ അങ്ങനെ പോയി. ചെറിയ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നല്ല രസമായിട്ട് വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ ചെറുത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അതേപോലത്തെ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാനും ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഭക്തനാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, അങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ. ഇത് 4 ദിവസം കഴിഞ്ഞിട്ട് അഷ്ടമി രോഹിണി ശ്രീകൃഷ്ണ ജയന്തിയുടെ അനുബന്ധിച്ച് ഈ മാമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു സർവീസ് ചെയ്യാൻ പറ്റുമോ, മലയാളം ഒരു പ്രൂഫ് റീഡിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം വെരി ഹാപ്പി ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം എനിക്കൊരു പ്രൂഫ് റീഡിങ് തരാണ്. ഒരു പിക്ചറിൻ്റെ ഒപ്പം ഒരു ലൈൻ, ഒരു മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ലൈൻസ്, അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനും വൈഫും കൂടി ഞങ്ങൾ കറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, 1-2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കറക്ഷൻ ചെയ്തിട്ട് ഞാൻ പിക്ചറിലേക്ക് നോക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ എനിക്ക് മെഡിറ്റേഷനിൽ കണ്ട ആ സെയിം കണ്ണൻ തന്നെയാണ്. ആ സെയിം ഫോട്ടോ ആണ് എനിക്ക് വിഷനായിട്ട് ഒരു 4 ദിവസം മുന്നേ കിട്ടിയത്. അത് ഒരു വലിയൊരു സന്തോഷമായി. ഉടനെ തന്നെ ഞാൻ മാമിനെ വിളിച്ച് പറഞ്ഞു, മാം ഇങ്ങനെ ഞാൻ അന്ന് പറഞ്ഞില്ല എനിക്കൊരു വിഷയം കിട്ടിയത്, അത് ഈ സെയിം ഫോട്ടോ ആയിരുന്നു. അപ്പോൾ മാം പറഞ്ഞു, സി അപ്പോൾ കണ്ണൻ ഹാസ് ഗിവൺ ദിസ് സർവീസ് ടു യു, സോ യു ആർ ബ്ലെസ്ഡ് എന്ന് പറഞ്ഞു. അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് എൻ്റെ കണ്ണൻ്റെ. പിന്നെ അതല്ലാതെ എൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ എനിക്ക് തോന്നുന്ന ഒരു ജൂൺ 8-ാം തീയതി എനിക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഗുരുമാതയുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷൻ കിട്ടിയപ്പോൾ എൻ്റെ ബാക്കിൽ ഗുരുമാതയുടെ ബാക്കിൽ ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷൻ, അപ്പോൾ ഞാൻ ആലോചിച്ചു, ഗുരുമാതയെ നമ്മളെല്ലാം ദിവസം കാണുന്നതാണ്, നമ്മൾ പിക്ചറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗുരുമാതനെ അറിയാം, ഞാൻ വിഷന് കിട്ടി. പക്ഷേ ബാക്കിൽ ഡിസൈപ്പിൾസിൽ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ 1-2 ഫേസ് എനിക്ക് ഓർമ്മയുള്ള പോലെ അന്ന് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണാത്ത ഫേസ് ആയിരുന്നു. ഞാനൊരു 4 ആഴ്ച മുന്നേ ഞാൻ ആലോചിച്ചു, അത് ആരായിരിക്കും, എനിക്ക് ഗുരു പൗർണിമയ്ക്കൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് അവരെ കണ്ടാൽ മനസ്സിലാവുമെന്നൊക്കെ എനിക്കൊരു ചിന്ത അങ്ങനെ വന്നു. പിന്നെയാണ് ഗുരുവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ഗുരു പൗർണിമയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഗുരു പൗർണിമയുടെ ഈ കോർഡിനേഷൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ടീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ ഈ മാമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് ഉള്ള, എല്ലാ ദിവസവും മാമായിട്ട് ഞാൻ ദിവ്യ മാമാണ് പേര്, മാമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഈ മാം ഒരു സൂം സെഷൻ ഇതിനു വേണ്ടി അറേഞ്ച് ചെയ്തു. അപ്പോൾ സൂം സെഷനിൽ വന്നിട്ട് നമ്മൾ ഈ ഗുരു പൗർണിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഡൗട്ടൊക്കെ തീർക്കാനായിട്ട് ഒരു സൂം സെഷൻ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ സൂം സെഷനിൽ വരികയാണ്, ഈ മാം വന്നിരിക്കണം. അന്നാണ് ഞാൻ ആദ്യമായിട്ട്, അത് ഒരു വർഷം 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാമിനെ കാണുന്നത് ആദ്യമായിട്ട്. ഈ മാമിനെ കണ്ട വശം എനിക്ക് വല്ലാത്തൊരു കറണ്ട് പെട്ടെന്ന് എൻ്റെ മേലെ പാസ്സായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായേ, ഈ ഗുരുമായുടെ ബാക്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഫേസ് ഈ മാമിൻ്റെ ഫേസ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര വല്ലാത്തൊരു സംതൃപ്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഉടനെ ഈ മാമിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ മാം പറഞ്ഞു, താങ്ക് യു സാർ, എൻ്റെ ഗുരുവിൻ്റെ ബ്ലെസ്സിങ് ആണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഗുരുമായുടെ ബ്ലെസ്സിങ് ഭയങ്കരമായിട്ടുണ്ട് മാമിനെന്ന് പറഞ്ഞു. അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് സന്തോഷമായിട്ടൊരു എക്സ്പീരിയൻസ്. ഞാൻ ദിവ്യ മാമിൻ്റെ അടുത്ത് പറയുകയും ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. ശരിക്കും അതാണ് നിങ്ങൾ വിഷനിൽ കണ്ടത്. അതെ. അപ്പോൾ നമുക്ക് എല്ലാം കേട്ടിട്ട് നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കാം, നമ്മൾ പ്യുവർ ഡിവോഷനും കംപ്ലീറ്റ് സറണ്ടറൻസും ഉണ്ട്. സുഷുമ്ന ക്രിയ യോഗ ഇവരാണെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിയ ആൾക്കാരാണ്. ഒരു വർഷം ആൻഡ് 8 months. എന്നിട്ടും ഇവർക്ക് എത്ര ഡിവോഷൻസ്, എത്ര വിഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പേഴ്സണലിയും പ്രൊഫഷണലിയും അവർക്ക് എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എ പേഴ്സൺ ദേ ഹാവ് ചേഞ്ച്ഡ്. ആൻഡ് അവർക്ക് അവരുടെ കുട്ടികളെ കൂടി എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ്
to some extent, Vipin ji has also become like a healer, can help others. So this is nothing but only the grace of our Parama Gurus and our Guru Ma. Correct. So we can only thank, and we'll end this today's session. And I thank you, Vipin ji, and Radhika ji, for coming here and sharing such beautiful and complete, inspiring experiences with our audience. And Om Sushumna. Om Sushumna. Mangalam Nitya Mangalam Nitya Shubha Shubha Mangalam. Mangalam.